എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും തന്നെ നമുക്ക് ഇഷ്ട ദൈവം ഒന്ന് എല്ലാവർക്കും ഉണ്ടായിരിക്കും. എന്നാൽ തന്നെയും നമ്മൾ എല്ലാ ക്ഷേത്രങ്ങളിലും പോകാറുണ്ട്. അങ്ങനെ ക്ഷേത്രത്തിൽ പോകുമ്പോൾ, ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ചും ശിവക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒന്ന് ഇരുന്നിട്ടേ പോരാവൂ എന്ന് പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. ഭക്തവത്സലനാണ് ശിവഭഗവാൻ. ശിവക്ഷേത്രത്തിൽ പോകുവാൻ നിങ്ങൾ ഒരുങ്ങുമ്പോൾ തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ സമയം മുതൽ ഭഗവാൻ അതറിയുന്നു. നിങ്ങൾ ശിവക്ഷേത്രത്തിലേക്ക് പുറപ്പെടുമ്പോൾ ഭഗവാൻ തൻ്റെ ഭൂതഗണങ്ങളെ അയക്കുന്നു. ഭക്തനെ തൻ്റെ സവിധത്തിലേക്ക് ആനയിച്ച് കൊണ്ടുവരാനായിട്ടാണ്, അവൻ്റെ സംരക്ഷണത്തിനായിട്ട് ആണ് ഭൂതഗണങ്ങളെ അയക്കുന്നത്. ഭക്തൻ്റെ ദർശനം കഴിഞ്ഞ ശേഷം, ദർശനശേഷം എപ്പോൾ ഭക്തൻ ഇരിക്കുന്നുവോ അപ്പോൾ തിരിച്ചു പോരണം എന്നാണ് വ്യവസ്ഥ. ഭൂതഗണങ്ങൾ ഭഗവാന്റെ അനുചരന്മാരും ഭക്തന്മാരുമാണ്. തൊഴുതു കഴിഞ്ഞതിന് ശേഷം നാം ഇരിക്കാതെ പോന്നാൽ ഭൂതഗണങ്ങൾ ക്ഷേത്രമതിൽ വരെ നമ്മെ പിന്തുടരും. ധാരാളം പേർ തൊഴുകാൻ വരുന്ന ക്ഷേത്രത്തിൽ എല്ലാവർക്കും അകമ്പടി പോകേണ്ടതുണ്ട്. അതിനൊന്നും അനുവദിക്കാതെ നാം നേരെ പോന്നാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാകും. അതിനാലാണ് തൊഴുതാലുടൻ അല്പനേരം ഇരിക്കണമെന്ന് പറയുന്നത്. ഇനി ഈ ശിവക്ഷേത്രത്തിൽ മാത്രമല്ല, ഏതു ക്ഷേത്രത്തിലായാലും തൊഴുതു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇരിക്കുന്നത്, ആ മന്ത്രം കുറച്ച് സമയം അവിടെ ഇരുന്ന് ഉരുവിടുന്നത് അനുഗ്രഹത്തിനായി, ഭഗവാന്റെ ഭഗവതിയുടെ ഒക്കെ അനുഗ്രഹത്തിനായി ഏറ്റവും നല്ലതാണ്. നമ്മൾ ദർശനം ചെയ്യുമ്പോൾ മാത്രമല്ല, ദർശനശേഷം ഭക്തൻ മനസ്സിൽ മുഴുകി അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ജപിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മളിൽ വേണ്ടുവോളം നിറയുന്നു. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറഞ്ഞതുപോലെ, ദർശനം ഞാൻ ഭഗവാനെ നോക്കുന്ന സമയമല്ല, ഭഗവാൻ എന്നെ നോക്കുന്ന സമയമാണ് എന്ന്. ദേവചൈതന്യത്തിൽ മുഴുകിയാൽ ആകെ നിറഞ്ഞു നിൽക്കുന്ന കൃപയുടെ വെളിച്ചം വേണ്ടുവോളം നമ്മിൽ പകർന്നു കിട്ടും. ശിവഭഗവാന് തൻ്റെ ഭക്തരോട് വളരെയധികം കാരുണ്യമാണ്, സ്നേഹമാണ്, കൃപയാണ്. അതിനാലാണ് തൻ്റെ ഭക്തൻ തന്നെ കാണുവാനായി പുറപ്പെടുന്ന ആ സമയം തന്നെ ഭഗവാൻ അതറിയുകയും തൻ്റെ ഭൂതഗണങ്ങളെ അവരെ ആനയിച്ചു കൊണ്ടുവരാനായി കൽപ്പന കൊടുക്കുകയും ചെയ്യുന്നത്. ദർശനശേഷം കുറച്ചു സമയം ക്ഷേത്രത്തിൽ ഇരിക്കുക എന്നത് ഭഗവാനോടും ഭൂതഗണങ്ങളോടുമുള്ള വിനയത്തിൻ്റെ, ഭക്തിയുടെ അടയാളമാണ്, സ്നേഹമാണ്. ഇങ്ങനെയുള്ള ആചാരങ്ങൾ പാലിക്കുമ്പോൾ മനസ്സിന് സമാധാനവും ശാന്തിയും ആത്മബലവും വരും. ദർശനശേഷം ഭക്തിയോടെ ഇരിക്കുക എന്നത് ദൈവസാന്നിധ്യം നമ്മളിൽ കൂടുതൽ ലഭ്യമാകാനാണ്. ദർശനശേഷം നമ്മൾ ഇരിക്കാതെ പോന്നാൽ ഭൂതഗണങ്ങൾ നമ്മുടെ കൂടെ പോരും. അത് നമുക്ക് ഗുണത്തേക്കാൾ ദോഷമുണ്ടാകും. ക്ഷേത്രത്തിൽ വരുന്ന എല്ലാവരെയും ആനയിക്കേണ്ടതുണ്ട്. അതിനാൽ തന്നെ നമ്മൾ ഇരുന്നിട്ട് പോന്നാൽ അത് അവർക്ക് സാധ്യമാകും. ശിവപുരാണം, സ്കന്ദപുരാണം തുടങ്ങിയവയിലെ അർത്ഥവ്യാഖ്യാനങ്ങളിൽ ഇക്കാര്യങ്ങൾ പറയുന്നുണ്ട്. ഭഗവാൻ തൻ്റെ യഥാർത്ഥ ഭക്തരെ സംരക്ഷിക്കുക തന്നെ ചെയ്യും. ഇനി എല്ലാ ക്ഷേത്രങ്ങളിലും പോയാലും ദർശനം കഴിഞ്ഞ് ഒന്ന് ഇരുന്നേ പോരാവൂ. ശരീരത്തിൻ്റെ വിശ്രമത്തിനായല്ല, ആത്മാവിന് ദൈവചൈതന്യം കുടിയിരുത്താനാണിത്. ഏത് ക്ഷേത്രത്തിൽ പോയാലും ആ ക്ഷേത്രത്തിലെ ദേവനെ ജപിച്ച് അല്ലെങ്കിൽ ദേവിയെ ജപിച്ച് കുറച്ച് സമയം ഇരിക്കുന്നത് ആ ഈശ്വര ചൈതന്യം നമ്മിൽ നിറയുവാൻ വളരെയധികം കാരണമാകുന്നു. ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ വെറും കയ്യോടെ പോകരുത്. ഒരു തുളസിയിലെങ്കിലും നിങ്ങൾ കൊണ്ടുപോവുക. ശ്രീകോവിലിൻ്റെ നേരെ മുൻപിൽ നിന്നുകൊണ്ട് ദർശനം നടത്തരുത്, തൊഴുകരുത്. ക്ഷേത്ര ദർശനം എല്ലാം കഴിഞ്ഞതിന് ശേഷം, അവിടെ ഒന്ന് ഇരുന്നതിന് ശേഷം, പുറത്ത് കടന്നതിന് ശേഷം മാത്രം വേണം ചന്ദനം തൊടുവാനായിട്ട്. ഇനി നിങ്ങളെല്ലാവരും തന്നെ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പോരുമ്പോൾ ഇരുന്നിട്ടാണോ ഇങ്ങനെയാണോ പോരാറ് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. ഇങ്ങനെ ചെറിയ ചില ആചാരങ്ങളെല്ലാം നമ്മൾ അങ്ങനെ നോക്കി ചെയ്യുകയാണെങ്കിൽ, ഇതെല്ലാം അറിഞ്ഞ് ക്ഷേത്ര ദർശനം ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ദൈവ ചൈതന്യം, നമ്മുടെ ഉള്ളിൽ നിറയുന്ന ആ അനുഗ്രഹം നമുക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. നമുക്കുണ്ടായിട്ടുള്ള എല്ലാ ദുരിതങ്ങളും
പാപങ്ങളും അകന്നു പോവുകയും നമ്മുടെ കുടുംബത്തിന് സംരക്ഷണവും ഭഗവാന്റെ സംരക്ഷണവും ഐക്യവും എല്ലാം ഉണ്ടാകുന്നു. ഈ കാര്യങ്ങളെല്ലാം ചിലർക്കെങ്കിലും അറിയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഇനി അറിയാത്തവരുണ്ടെങ്കിൽ ഇത് ഉപകാരപ്രദമായേക്കാം. എല്ലാവർക്കും ശിവഭഗവാന്റെ എല്ലാ ദേവീ ദേവന്മാരുടെയും അനുഗ്രഹങ്ങളുണ്ടാകട്ടെ.